അങ്ങനെ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി പരീക്ഷയും കഴിഞ്ഞതിന്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട്. മറ്റ് വിഷയങ്ങൾ വലിയ കടുപ്പമില്ലാതെ കടന്നുപോയപ്പോൾ കുഴപ്പിച്ചത് ഫിസിക്സ് പരീക്ഷയെന്ന് വിദ്യാർത്ഥികൾ. പരീക്ഷ ഏറ്റവും പാട് ഫിസിക്സ് ആയിരുന്നു. ഇന്നത്തെ എക്സാം ഈസി ആയിരുന്നു. പിന്നെ ഫിസിക്സും മാത്സും കുറച്ച് പാടായിരുന്നു. 10ാം ക്ലാസ് വിട്ടു പോകുന്നതിന്റെ വിഷമവും കുട്ടികൾ മറച്ചു വെക്കുന്നില്ല. പിന്നെ അടിപൊളിയല്ലേ. പിന്നെ 5ാം ക്ലാസ് തൊട്ട് ഇവിടെ തന്നെ പഠിച്ചോണ്ട് പോകുമ്പോഴുള്ള ഒരു ഫീലിങ്സ് ഹാപ്പിയാണ്. പക്ഷേ കുറച്ച് വിഷമമുണ്ട്, ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്ത് പോകണോണ്ട്. ചിലർക്ക് ടീച്ചർമാരെ പിരിയുന്ന സങ്കടം. എന്റെ ക്ലാസ് ടീച്ചർ പ്രീത ടീച്ചറിനെ വിട്ടു പോകുമ്പോ ഭയങ്കര ഒരു സങ്കടം. പരീക്ഷക്കാലത്തിന് അങ്ങനെ ആഘോഷപൂർവ്വം വിരാമമിട്ട് അവർ അവധിക്കാലത്തിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. 4,19,554 പേർ ഇത്തവണ SSLC പരീക്ഷ എഴുതി. ഉത്തരക്കടലാസിന്റെ മൂല്യനിർണ്ണയം 70 ക്യാമ്പുകളിലായി ഏപ്രിൽ 3 മുതൽ 26 വരെ നടക്കും. കഴിഞ്ഞ വർഷം 99.17 ആയിരുന്നു വിജയശതമാനം. മൂല്യനിർണ്ണയ ക്യാമ്പുകൾക്ക് സമാന്തരമായി ടാബുലേഷൻ ജോലികൾ ഏപ്രിൽ 5-ന് പരീക്ഷാ ഭവനിൽ ആരംഭിക്കും. മെയ് 2-ാം വാരമാണ് ഫലപ്രഖ്യാപനം. SSLC മൂല്യനിർണ്ണയത്തിന് 18,000-ഓളം അധ്യാപകരായിരിക്കും ഇത്തവണ ഉണ്ടാകുക. ഏപ്രിൽ 3-ന് ഹയർ സെക്കൻഡറി VHSC മൂല്യനിർണ്ണയവും ആരംഭിക്കും. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷയും കഴിഞ്ഞ വിദ്യാർത്ഥികൾ മടങ്ങുകയാണ്. ഇനി ഫലത്തിനായുള്ള കാത്തിരിപ്പ്. അരുണിനൊപ്പം അമൽത്തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.